അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനപ്പെട്ട നൗഷാദ് ബാക്കവി ഉസ്താദ്, നാം എല്ലാവരും ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന, ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ഒരു മഹാപണ്ഡിതനാണ്. ഒരു കാലത്ത് തൻ്റെ പ്രൗഢഗംഭീരമായ പ്രഭാഷണങ്ങൾ കൊണ്ട്, മധുരമേറുന്ന വാക്കുകൾ കൊണ്ട് ഒരുപാട് ആരാധകരെ ഉണ്ടാക്കിയെടുത്ത ഒരു മഹാപണ്ഡിതനാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ. ആ സമയത്തൊക്കെ ഉസ്താദിൻ്റെ വാദ് കേൾക്കാൻ വേണ്ടിയിട്ട്, അന്നും ഇന്നും ഉസ്താദിൻ്റെ വാദ് കേൾക്കാൻ വേണ്ടി, ഉസ്താദിനൊന്ന് കാണാൻ വേണ്ടിയിട്ട് ആയിരങ്ങളായിരിക്കും ഒരുമിച്ച് കൂടുന്നുള്ളത്. എന്നതിനേക്കാളും അപ്പുറം മനോഹരമായ രീതിയിൽ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പുകഴ്ത്തിപ്പാടുന്ന മദ്ഹിൻ വരികൾ രചിക്കുവാനും ബഹുമാനപ്പെട്ട ഉസ്താദിനെ കൊണ്ട് കഴിയുന്നുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യമായ കാര്യം. നാം ഒക്കെ ഇന്നും യൂട്യൂബിലൂടെ കാണുന്ന മദ്ഹിൻ്റെ ഓരോ മദ്ഹ് ഗാനങ്ങളും, സ്റ്റാറ്റസ് വീഡിയോകളിലും മറ്റു നാം എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ മദ്ഹിൻ വരികളും അള്ളാഹിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അന്ത്യവിശ്രമം കൊള്ളുന്ന മദീനയിലേക്ക് എന്റെയും നിങ്ങളുടെയും ഹൃദയങ്ങൾ എത്തിക്കുന്ന വരികളും, അള്ളാഹിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഓരോ നിമിഷവും ഓർത്തുകൊണ്ടിരിക്കുന്ന ഓരോ വരികളും, ഓരോ നിമിഷവും ഓർത്തുകൊണ്ടിരിക്കുവാനുള്ള ഓരോ വരികളും ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ എഴുതിയതാണെന്നുള്ളതാണ് യാഥാർത്ഥ്യമായ കാര്യം. ഉസ്താദിന്റെ ഓരോ വരികളും അത്രക്കും മനോഹരമാണ്. അതുകൊണ്ടാണ് പ്രൗഢഗംഭീരമായ പ്രഭാഷണങ്ങൾ കൊണ്ടും മാധുര്യമേറുന്ന മനോഹരമായ മദ്ഹിൻ വരികൾ രചിക്കുന്നത് കൊണ്ടുമാണ് ഇന്നും പല ആളുകളും ഉസ്താദിനെ ഇഷ്ടപ്പെടുന്നുള്ളത്. എന്നതിനേക്കാളും അപ്പുറം നാം എല്ലാവരും അറിയാതെ പോയ, നാമെല്ലാവരും ഉസ്താദിൽ നിന്ന് മനസ്സിലാക്കാതെ പോയ ഒരു കാര്യമുണ്ട്. ഉസ്താദിന്റെ സ്നേഹസാഗരം, ഉസ്താദിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സ്നേഹസാഗരം. ആരാരുമില്ലാത്ത ഉമ്മമാർക്ക്, ഉപ്പമാർക്ക് താങ്ങും തണലുമായി മാറാൻ ഉസ്താദ് ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പടച്ചിറപ്പിന്റെ മുമ്പിൽ ഒരുപാട് പ്രതിഫലമുള്ള കാര്യം, അതിൽ യാതൊരു സംശയവുമില്ല. തൻ്റെ മുമ്പിലേക്ക് വരുന്ന ഉമ്മമാരെ, ഉപ്പമാരെ സ്നേഹത്തിന്റെ കരങ്ങളോടുകൂടി സ്വീകരിക്കുകയാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ. അവിടെ ജാതിയില്ല, മതമില്ല, വർണ്ണവർഗ വ്യത്യാസങ്ങളില്ല. തൻ്റെ മുമ്പിലേക്ക് വരുന്ന ഓരോ ഉമ്മമാരെയും സ്വന്തം ഉമ്മാനെ പോലെ, തൻ്റെ മുമ്പിലേക്ക് കടന്നു വരുന്ന ഓരോ ഉപ്പമാരെയും തൻ്റെ ഉപ്പാനെ പോലെ സ്വീകരിക്കുന്ന, സ്നേഹത്തോടു കൂടി പോറ്റുന്ന, സ്നേഹത്തോടു കൂടി സ്വീകരിക്കുന്ന ഒരു മഹാപണ്ഡിതനാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ. എന്നാൽ ഇന്ന് പല ആളുകളും ഈ സംഭവത്തെക്കുറിച്ച് അറിയുന്നില്ല. ഉസ്താദ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇതിനെക്കുറിച്ച് അത്രക്കും അറിവുള്ളവരല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യമായ കാര്യം. അതങ്ങനെയാണ്. ഒരാൾ നല്ല കാര്യം ചെയ്യുമ്പോൾ അത് പല ആളുകളും അറിയുന്നില്ല. എന്നാൽ ആ നല്ല കാര്യങ്ങൾ ചെയ്ത് അവസാനം അദ്ദേഹം ഉന്നതിയിലേക്ക് എത്തിയാൽ അതിനെ വിമർശിക്കുവാനും അതിന് വഞ്ചനയുണ്ടെന്ന് പറയുവാനും പല ആളുകളും രംഗത്തേക്ക് വരും എന്നുള്ളതാണ് യാഥാർത്ഥ്യമായ കാര്യം. എന്നാൽ ബഹുമാനപ്പെട്ട ഉസ്താദ് ചെയ്യുന്ന ഈ പ്രവർത്തനം അതിഗംഭീരമാണ്. എന്നതിനേക്കാളും അപ്പുറം ഉസ്താദിനെ അഭിനന്ദിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പല ആളുകൾക്കും ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് ഉസ്താദ് അവർകൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നുള്ളത്. ആരാരുമില്ലാത്ത ഒരുപാട് ഉമ്മമാർക്ക്, ഉപ്പമാർക്ക് താങ്ങായി തണലായി നിൽക്കുക എന്നുള്ളത് ചെറിയ കാര്യമാണ്, ഒരിക്കലുമല്ല. ആരാരുമില്ലാത്ത രോഗികളായ ഉമ്മമാരെ, ഉപ്പമാരെ സ്വന്തം ഉമ്മാനെ പോലെ, സ്വന്തം ഉപ്പാനെ പോലെയാണ് ഉസ്താദ് അവർകൾ സ്നേഹിക്കുന്നുള്ളത്. അവർക്കൊരു ബുദ്ധിമുട്ട് അവിടെ വരുന്നില്ല. അവിടെ മതം നോക്കിയിട്ട് ഉസ്താദ് അവരെ സ്നേഹിക്കുന്നില്ല. തൻ്റെ മുമ്പിലേക്ക് വരുന്ന ഹൈന്ദവനായാലും ശരി, മുസൽമാനായാലും ശരി, ക്രൈസ്തവനായാലും ശരി, ഇനി മതമില്ലാത്തവനായാലും ശരി, മതമുള്ളവനായാലും ശരി, എങ്ങനെയുള്ള ആളാണെങ്കിലും അവരൊരു മനുഷ്യനാണ്, അവരൊരു അമ്മയാണ്, അവരൊരു അച്ഛനാണ് എന്ന രീതിയിൽ അവർ കൊടുക്കേണ്ട എല്ലാ സ്ഥാനവും, എല്ലാ സ്നേഹവും ബഹുമാനപ്പെട്ട ഉസ്താദുകൾ കൊടുക്കുന്നുണ്ട്. ഇത് ചെറിയ കാര്യമൊന്നുമല്ല. റബ്ബിന്റെ മുമ്പിൽ ഒരുപാട് സ്ഥാനമുണ്ട് ഇതിന്, റബ്ബിന്റെ മുമ്പിൽ ഒരുപാട് പ്രതിഫലമുണ്ട് ഇതിന്. പക്ഷേ നാം ആരും അതറിയാതെ, പക്ഷേ നമ്മിൽ പല ആളുകളും അതറിയാതെ പോവുകയാണ് ഉസ്താദിന്റെ ഈ പ്രവർത്തനത്തെ പറ്റി, ഉസ്താദിന്റെ ഈ മനോഹരമായ ഈ ഓരോ കാര്യങ്ങളെ പറ്റിയും നമ്മളൊക്കെ അറിയാതെ പോവുകയാണ്. പടച്ചിറപ്പ് പഠിപ്പിക്കുന്നുണ്ടല്ലോ, ഇർഹമു മൻ ഫിൽ അർളി യർഹമുക്കും മൻ ഫിസ് സമാ. നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക, എന്നാൽ ആകാശത്തുള്ളവർ നിങ്ങളോട് കരുണ കാണിക്കുന്നുള്ളതാണ് യാഥാർത്ഥ്യമായ കാര്യം. ഭൂമിയിലുള്ള മനുഷ്യന്മാരെന്നതില്ല. അവിടെ മുസൽമാനോ ക്രൈസ്തവനോ എന്നില്ല, അവിടെ ഹൈന്ദവൻ എന്നില്ല. ഭൂമിയിലുള്ള ആളുകളോട് നിങ്ങൾ കരുണ കാണിക്കുക, എന്നാൽ ആകാശത്തുള്ളവർ നിങ്ങളോട് കരുണ കാണിക്കുന്നുള്ളതാണ്. ഇവിടെ ഉസ്താദ് ലഭിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്നറിയാം? നമുക്ക് പല ആളുകൾക്കും ലഭിക്കാത്ത ഏറ്റവും വലിയൊരു ഭാഗ്യം, ഏറ്റവും വലിയൊരു പദവി ഉസ്താദിന് കിട്ടുന്നുണ്ട്. ഓരോ ഉമ്മമാരുടെയും ഓരോ ഉപ്പമാരുടെയും കണ്ണീരിലുതിർന്ന ഒരു പ്രാർത്ഥന ആ ഉസ്താദിന് കിട്ടുന്നുള്ളതാണ് യാഥാർത്ഥ്യമായ കാര്യം. ഓരോ അമ്മയും ഓരോ ഉമ്മയും പ്രാർത്ഥിക്കുന്നുണ്ടാവും ഉസ്താദിന് വേണ്ടിയിട്ട്, പടച്ചിറപ്പ് അവരെ കാത്തുകൊള്ളണേ, ദീർഘായുസ് നൽകണേ, അവസാനം മരിക്കുന്ന സമയം വരെ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഇദ്ദേഹത്തിന് തൗഫീഖ് കൊടുക്കണേ, അല്ലെങ്കിൽ ആ ഉസ്താദിന് വേണ്ടി പ്രാർത്ഥിക്കാൻ സമയങ്ങൾ ഉണ്ടാവില്ല.
ആ ഉസ്താദിന് വേണ്ടി കണ്ണീരൊലിപ്പിക്കാത്ത സമയങ്ങൾ ഉണ്ടാവൂല. എത്ര മാതാപിതാക്കൾ അവിടെയുണ്ടോ, അവിടെയുള്ള ഏതെങ്കിലും ഒരു ഉമ്മ, ഏതെങ്കിലും ഒരു ഉപ്പ ആ ഉസ്താദിനെ ഓർത്തിട്ട് ഒന്ന് മനസ്സുരുകി പ്രാർത്ഥിച്ച ആ ഉസ്താദ് രക്ഷപ്പെട്ടു. അതിനേക്കാളും ഭാഗ്യം വേറെ എന്താണ് വേണ്ടത്? ഒരു ഉമ്മാന്റെ പ്രാർത്ഥന ചെറിയ പ്രാർത്ഥനയാണോ? ഒരു ഉപ്പാന്റെ പ്രാർത്ഥന ചെറിയ പ്രാർത്ഥനയാണോ? മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തെന്നി വീഴുന്ന സമയത്ത് ആ മൂസാ നബിയോട് പടച്ചറബ് പറഞ്ഞൊരു വാക്കുണ്ട്, മൂസ നീ സൂക്ഷിക്കണം, ഇന്നു മുതൽ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിന്റെ ഉമ്മയില്ല എന്നുള്ളതാണ് മഹാനായ മൂസാ നബിയോട് പടച്ചറബ് പഠിപ്പിച്ചു കൊടുക്കുന്നുള്ളത്. ഉമ്മാന്റെ പ്രാർത്ഥന, ഉപ്പാന്റെ പ്രാർത്ഥന ചെറിയ കാര്യമൊന്നുമല്ല. അവരുടെ പ്രാർത്ഥന നിങ്ങൾക്ക് കിട്ടിയുവെങ്കിൽ, അവരുടെ പ്രാർത്ഥന നിങ്ങൾ കിട്ടുന്നുണ്ടുവെങ്കിൽ, അവരുടെ ദുആ, അവരുടെ സ്നേഹം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടുവെങ്കിൽ അതാണ് വേണ്ടത്. അതിനേക്കാളും ഭാഗ്യം ഈ ലോകത്ത് വേറെ ഇല്ല. ആ ഭാഗ്യം ലഭിച്ച ഒരുപാട് ഉമ്മമാരുടെ, ഒരുപാട് ഉപ്പമാരുടെ സ്നേഹം ലഭിച്ച, പ്രാർത്ഥന ലഭിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു മഹാപണ്ഡിതനാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് അവർ. ഇത് പറയാതിരിക്കാതെ വയ്യ. ഇന്ന് പല ആളുകൾക്കും ചെയ്യാൻ പറ്റാത്ത കാര്യം, ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യമാണിത്. എന്നാൽ എല്ലാം മറന്നുകൊണ്ട്, തൻ്റെ എല്ലാ സന്തോഷങ്ങളും മറന്നുകൊണ്ട്, തൻ്റെ എല്ലാ ആഘോഷ നിമിഷങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ആ ഉമ്മമാരുടെ കൂടെ കൂടുവാൻ, അവരുടെ കൂടെ കളിക്കുവാൻ, അവരുടെ കൂടെ രസിക്കുവാൻ സമയം കിട്ടുന്നുണ്ടുവെങ്കിൽ അത് വല്ലാത്തൊരു കാര്യം തന്നെയാണ്. പടച്ചറബ്ബ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉസ്താദിന് ദീർഘായുസ് നൽകട്ടെ. ഈ പ്രവർത്തനങ്ങളൊക്കെ സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾക്കും ഉസ്താദിന്റെ മരണം വരെ ഇതുപോലെ കൊണ്ടുപോകുവാനും ഇവരെ സ്നേഹിക്കുവാനും ഇവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുവാനുള്ള എല്ലാ സഹായങ്ങളും പടച്ചറബ്ബ് ഉസ്താദ് നൽകി അനുഗ്രഹിക്കട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല ഉസ്താദിന് ദീർഘായുസ് നൽകട്ടെ, സന്തോഷം നൽകട്ടെ, സമാധാനം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.